നമസ്കാരം. CPM ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഏരിയ സമ്മേളനങ്ങളിൽ CPM നേതൃത്വത്തിനെതിരെയും പിണറായി വിജയൻ സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഇതേ സാഹചര്യം തന്നെയാണ് ജില്ലാ സമ്മേളനങ്ങളിലും ഇപ്പോൾ ഉണ്ടാകുന്നത്. CPM ജില്ലാ സമ്മേളനങ്ങളിൽ നേതൃത്വത്തിനെതിരെ പല നേതാക്കൾക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏരിയ സമ്മേളനങ്ങളിൽ സംസ്ഥാനത്തെ ഇടതുപക്ഷ ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലും കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. യുവത്വത്തിന് അവസരം എന്ന പേരിൽ ആര്യയെ മേയറാക്കിയത് ആനമണ്ടത്തരം എന്നാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം. ആര്യയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം പാർട്ടിക്ക് എക്കാലവും ഒരു തലവേദനയാകും എന്ന തരത്തിലുള്ള വിമർശനമാണ് ഉയരുന്നത്. മാത്രമല്ല, ഭാവിയിലും ഇത് പാർട്ടിക്ക് ദോഷമാകും എന്നാണ് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നത്. കോർപ്പറേഷൻ ഡിവിഷനുകളിൽ പലയിടത്തും BJP മുന്നേറ്റമാണ് എന്നും കൊല്ലം ജില്ലാ സമ്മേളനം ചൂണ്ടിക്കാണിക്കുന്നു. ഡിവൈഎഫ്ഐ നേതാവും MP-യുമായ A റഹീമിനെതിരെയും വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ. റഹീമിന്റെ പ്രവർത്തനങ്ങളും രൂക്ഷ വിമർശനത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ചില പ്രതിനിധികൾ രാജ്യസഭയിലേക്ക് റഹീമിനെ അയച്ചത് എന്ന ചോദ്യം വരെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആൾ മോശമാണ് എന്ന് പറയുന്നില്ല എങ്കിലും പ്രകടനം തീരെ പരിതാപകരമാണ് എന്നും പ്രതിനിധികൾ വിമർശിക്കുന്നു. 75 വയസ്സ് നോക്കിയല്ല പാർട്ടിയിലെ വിരമിക്കൽ പ്രായം കണക്കാക്കേണ്ടത് എന്നും വിവരക്കേട് പറയുന്ന സഖാക്കളെ അത് എത്ര ഉന്നതനായാലും ഒഴിവാക്കണമെന്നും ചിലർ ജില്ലാ സമ്മേളനങ്ങളിൽ ആവശ്യപ്പെടുന്ന സാഹചര്യമാണ്. കടുത്ത രീതിയിലുള്ള വിമർശനം എന്ന് തന്നെ പറയാം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. അത്തരത്തിലുള്ള വിമർശനമാണ്. മാത്രമല്ല, AK ബാലനെതിരെയും കടുത്ത വിമർശനമാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് മുഖമില്ലാത്ത അവസ്ഥയാണ് എന്ന് റഹീമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ AK ബാലൻ സന്ദീപ് വാര്യരെ CPM-ലേക്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്ന തരത്തിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നു. തലേ ദിവസം വരെ വർഗീയത പാടി നടന്ന ആളിനെ സഖാവാക്കാൻ നോക്കിയ നേതാവിനെതിരെയും കടുത്ത വിമർശനം. AK ബാലൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്: സന്ദീപ് വാര്യർ BJP വിട്ടു വന്നാൽ സ്വീകരിക്കുമെന്നാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് AK ബാലൻ പറഞ്ഞത്. മറ്റ് പാർട്ടികളിൽ നിന്ന് എത്രയോ പേർ CPM-ലേക്ക് വന്നിട്ടുണ്ട് എന്നും മുൻകാലങ്ങളിൽ സന്ദീപ് പാർട്ടിക്കെതിരെ പറഞ്ഞതൊന്നും കാര്യമാക്കുന്നില്ല എന്നുമാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് AK ബാലൻ പറഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അതിരൂക്ഷമായ വിമർശനം AK ബാലന്റെ പേര് പറയാതെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ അയാളുടെ വർഗീയ രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് പത്രപരസ്യം ചെയ്ത് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പ്രതിനിധികൾ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. കൂടാതെ KB ഗണേഷ് കുമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായതാണെങ്കിലും CPM-ന് ഇപ്പോൾ അദ്ദേഹം ബാധ്യതയായിരിക്കുകയാണ് എന്നൊരു വിമർശനം കൂടി കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുകയാണ്. എന്തായാലും കൊല്ലം ജില്ലാ സമ്മേളനം കഴിയുമ്പോൾ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ആര്യ രാജേന്ദ്രനെതിരെ റഹീമിനെതിരെ ഉണ്ടായിരിക്കുന്നു. ഒപ്പം AK ബാലനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടാകുന്നു.